കഴിഞ്ഞ ദിവസങ്ങളിൽ യുഎഇയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി അവസാനം കൈവിട്ടു പോകും എന്നായപ്പോൾ, അല്ലെങ്കിൽ യുഎഇ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക നയതന്ത്ര ഉപരോധങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ തങ്ങളല്ല ആക്രമണം നടത്തിയത് എന്ന്, ഇസ്രായേലാണ് ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞ് കരഞ്ഞ് തടി രക്ഷപ്പെടുത്താനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അല്പസമയം മുൻപ് വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണ ഭീഷണിയുമായി ഇറാൻ നേരത്തെ എത്തിയിരുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമാവുകയോ സൈന്യത്തിന് എന്തെങ്കിലും വിധത്തിലുള്ള സഹായം നൽകുകയോ ചെയ്താൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് ഇപ്പോൾ യുഎഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യം ചെയ്യുന്നതും കുറ്റകരമാണ്. യുഎഇ ലക്ഷ്യമിട്ട് 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണ ശ്രമം നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തിരിക്കുന്നു. ചരക്ക് കപ്പലുകൾ ലക്ഷ്യമിട്ടുള്ള 2 ആക്രമണങ്ങളും തടഞ്ഞതായി യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ഇറാനുമായി ഉള്ള വ്യാപാരവും സാമ്പത്തിക ഇടപാടുകളും യുഎഇ നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ ഭീഷണി. അതിനിടെ ഇറാൻ സ്വദേശികളുടെ വിസ യുഎഇ റദ്ദാക്കുന്നതായും ഇറാന് സാമ്പത്തിക സഹായം നൽകുന്നതുമായുള്ള റിപ്പോർട്ടുകൾ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് നിഷേധിച്ചു. ഇത്തരം വാർത്തകളിൽ സത്യമില്ലെന്നും പുറത്തുവരുന്നത് അടിസ്ഥാനരഹിതമായ വിവരങ്ങളുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ ഒറ്റപ്പെടുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാൻ എന്ന രാജ്യം പൂർണ്ണമായി ഒറ്റപ്പെടുകയാണ്. ഇറാനെ സഹായിക്കാൻ ഈ ഹിസ്ബുള്ള തീവ്രവാദികളും അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളോ അങ്ങനെയുള്ള തീവ്രവാദികളോ ഒന്നുമല്ലാതെ, അല്ലെങ്കിൽ കുറേ തീവ്രവാദ രാജ്യങ്ങൾ, സിറിയയോ അങ്ങനെയുള്ള രാജ്യങ്ങളാൽ അല്ലാതെ വേറെ ആരുമില്ല. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യുഎഇയുടെ അടുത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം യുഎഇ അല്ലെങ്കിൽ GCC എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ അവരെ തകർക്കാനും അവരെ ആക്രമിക്കാനും അവർ അമേരിക്കയ്ക്ക് സഹായം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരെ തോണ്ടാൻ ചെന്ന് കഴിഞ്ഞാൽ കളിയൊക്കെ അങ്ങ് മാറും. ഇറാൻ പിന്നെ പച്ചവെള്ളം കുടിക്കില്ല. ഇറാനെതിരെ ശക്തമായ ഉപരോധം ഇപ്പം മിക്ക രാജ്യങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ യുഎഇ കൂടി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിനിടയ്ക്കൂടെ കാലും പിടിക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. ഇതാണ് ഈ ഒരു നിലപാടില്ലായ്മയുടെ ലക്ഷണം. ഞങ്ങളല്ല ആക്രമിച്ചത്, ഇസ്രായേലാണെന്ന് പറയുന്നു. അങ്ങോട്ട് മാറുന്നിട്ട് അമേരിക്കയെ സഹായിച്ചു കഴിഞ്ഞാൽ മൊത്തം ആക്രമിച്ച് യുഎഇ മൊത്തം തകർക്കും എന്ന് പറയുന്നു. എന്തായാലും വീണ്ടും യുദ്ധസമാനമായൊരു സാഹചര്യം പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ കാഠിന്യം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ യുഎഇയും ഈ വിഷയത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇറാന് എതിരെ ഉള്ള ഈ നയങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല, മുന്നോട്ട് തന്നെ പോവുകയാണ് എന്നാണ് ഇപ്പോൾ ആഗോളതലത്തിലുള്ള മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്.